അമിത്ഷാ ഉത്തരം പറയണം. രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി കത്തോലിക്ക മൈത്രാൻ സമിതിയുടെ CBCIയുടെ മുന്നിലിരുന്ന് വിളിച്ചു പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിവുകൾ സഹിതം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുകയാണ്. CBCI നേതൃത്വത്തെയും ഈ രാജ്യത്തെയും ന്യൂനപക്ഷങ്ങളെയും കബളിപ്പിക്കാമെന്ന് അമിത്ഷാ വിചാരിക്കേണ്ട. 2010 UPA നിയമത്തിന്റെ തലയിൽ കുറ്റം ചാരി സ്വന്തം സർക്കാരിന്റെ ക്രൂരമായ വേട്ടയാടലിൽ നിന്നും ഒളിച്ചോടാൻ നോക്കുന്ന അമിത്ഷായുടെ മുഖംമൂടിയാണ് KC വേണുഗോപാൽ വലിച്ചുകീറിയിരിക്കുന്നത്. ചട്ടഭേദഗതിയിലും പുതിയ ബില്ലിലും ക്രൈസ്തവ സമൂഹത്തിന് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ല എന്ന് അമിത്ഷാ CBCIക്ക് ഉറപ്പു നൽകി. 2010 UPA നിയമം ലഘൂകരിക്കുവാനാണ് ഈ ഭേദഗതികൾ എന്നാണ് ആഭ്യന്തരമന്ത്രി തട്ടിവിട്ടത്. എന്നാൽ അമിത്ഷാ, നിങ്ങളുടെ ഈ രാഷ്ട്രീയ തട്ടിപ്പ് ഇനി നടക്കില്ല. 2010 നിയമത്തിൽ പ്രതികാര നടപടികൾ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ അമിത്ഷായെ KC വേണുഗോപാൽ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഉത്തരം പറയാൻ ആഭ്യന്തരമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് തന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം വെല്ലുവിളിച്ചത്. എന്താണ് FCRA നിയമ ഭേദഗതിയിലൂടെ ഈ രാജ്യത്ത് മോദിയും അമിത്ഷായും നടത്താൻ പോകുന്നതെന്ന് അക്കമിട്ട് നിരത്തുന്നതായിരുന്നു KC വേണുഗോപാലിന്റെ വാക്കുകൾ. അദ്ദേഹം കൃത്യമായി ഇങ്ങനെ എഴുതി: BJPയുടെ പതിവ് രീതിയിൽ അമിത്ഷാ CBCIയോട് FCRAയെ കുറിച്ച് കള്ളം പറയുകയും FCRA നിയമങ്ങൾ ആയുധമാക്കുന്നതിൽ തന്റെ സർക്കാരിന്റെ കുറ്റബോധം മറച്ചുവെക്കാൻ തെറ്റായി കുറ്റം മറച്ചുവെക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ മോദി സർക്കാർ FCRA ഉപയോഗിച്ച് സിവിൽ സൊസൈറ്റി സംഘടനകളുടെയും ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെയും ഉപദ്രവിക്കാനും അവരുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കുവാനും കർശനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 സംഘടനകളെ സസ്പെൻഡ് ചെയ്യാവുന്ന സമയപരിധി വർദ്ധിപ്പിക്കാനായി അവർ FCRA നിയമങ്ങൾ കർശനമാക്കി. അവയെ പരിശോധിക്കാൻ കേന്ദ്രത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകി. അവയുടെ ഭരണപരമായ ചെലവുകൾ പോലും പരിമിതപ്പെടുത്തി. അടിസ്ഥാനമായിട്ട് അവയുടെ പതിവ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്നും അവരെ തളർത്തി. 2026 ആദ്യം അവർ FCRA നിയമം നിർമ്മാണം ഭേദഗതി ചെയ്യാൻ ശ്രമിച്ചു. കൂടാതെ ലൈസൻസുകളുടെ ഡീംസ്റ്റേഷൻ വ്യവസ്ഥകളും കൊണ്ടുവന്നു. വ്യാപകമായ എതിർപ്പുകളെ തുടർന്ന് പിൻവാതിലിലൂടെ അവയെ നിയുക്ത നിയമനിർമ്മാണമായി വീണ്ടും അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഈ ഭേദഗതി പിൻവലിച്ചത്. ഈ പുതിയ നിയമങ്ങളിൽ അവരുടെ സംഘടനകൾ അവരുടെ പ്രവർത്തന വ്യാപ്തിയോ ഭൂമിശാസ്ത്രമോ മാറ്റുന്നതിൽ നിന്നും തടയുകയും എതിർക്കുന്നവരെ അനുവദിക്കാതിരിക്കാൻ പ്രത്യേക ശാസ്ത്രപരമായ പരിശോധന നടത്തുകയും ചെയ്യുന്നു. 2010 UPA സർക്കാർ FCRA കൊണ്ടുവന്നപ്പോൾ ഈ കുറഞ്ഞ വിശ്വാസവും പ്രതികാരവും നിറഞ്ഞ നടപടികൾ അതിന്റെ ഭാഗമായിരുന്നു എന്ന് കാണിക്കാൻ ഞാൻ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. കർശനവും പിന്തിരിപ്പതുമായിട്ടുള്ള നിയന്ത്രണങ്ങളുടെ സിവിൽ സമൂഹത്തിന്റെയും ഇടം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടം കൊണ്ടുവന്ന നടപടികളാണിവ. CBCIയും പ്രമുഖ വ്യക്തികളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് ആഭ്യന്തരമന്ത്രി അവസാനിപ്പിക്കുകയും ഈ നിയമങ്ങൾ ഉടൻ പിൻവലിക്കുകയും വേണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സത്യം ഇത് തന്നെയാണ്. മോദി സർക്കാർ FCRA നിയമങ്ങളെ ഒരു ഫാസിസ്റ്റ് ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. ന്യൂനപക്ഷ സ്ഥാപനങ്ങളെയും സന്നദ്ധ സംഘടനകളെയും ശ്വാസം മുട്ടിച്ചു കൊല്ലുവാനും അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുവാനും ഈ സർക്കാർ നടത്തുന്ന കുടില നീക്കങ്ങൾ KC വേണുഗോപാലിലൂടെ കോൺഗ്രസിന് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചിരിക്കുന്നു. ക്രൈസ്തവ സംഘടനകൾക്കെതിരെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഈ കടന്നാക്രമണത്തെ പാർലമെന്റിൽ കോൺഗ്രസ് MPമാർ ശക്തമായി ചെറുക്കുമെന്നും ഫാസിസത്തിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പം മുന്നിലുണ്ടാകുമെന്നും KC വേണുഗോപാൽ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു.